ഈ വീഡിയോ ചെയ്യാൻ ഏറ്റവും തെറ്റായിട്ടുള്ള ആൾ ഞാനാണ്. കാരണം എൻ്റെ ദേഷ്യത്തിൻ്റെ വലുപ്പം കൊണ്ട് എത്രയോ ഫ്രണ്ട്ഷിപ്സ്, എത്രയോ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഞാൻ തന്നെ കളഞ്ഞു കുടിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റ് ഒട്ടും ചെറുതല്ല. ഫ്രണ്ട്സ്, ഗേൾ ഫ്രണ്ട്സ്, ഫാമിലിയിലെ പല ക്ലോസ് റിലേഷൻഷിപ്സ് ഞാൻ സ്ട്രെയിൻ ആക്കിയിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് അവരൊക്കെ ചിരിച്ചേക്കാം, കളിയാക്കിയേക്കാം, ഇവനാണോ ഇതൊക്കെ പറയാൻ പോകുന്നത് എന്ന് ചിന്തിച്ചേക്കാം. അത് കംപ്ലീറ്റ്ലി ഫെയർ ആണ്. പക്ഷേ ഈ വീഡിയോ അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഈ വീഡിയോ എനിക്ക് വേണ്ടിയിട്ടാണ്, എന്നെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഒരു കാലത്ത് ഞാനും വിചാരിച്ചിരുന്നത് ദേഷ്യം എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു വീക്ക്നെസ് ആണ് എന്നാണ്, എൻ്റെ സ്വഭാവം അതാണ് എന്നാണ്. കുറേ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന ടെക്നിക്സ് ഞാൻ ട്രൈ ചെയ്തു, 10 വരെ കൗണ്ട് ചെയ്തു, ദീർഘശ്വാസം എടുത്തു, കാര്യമായിട്ട് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. പിന്നെയാണ് ഞാൻ ന്യൂറോ സയൻസ് ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയത്. ദേഷ്യം ബ്രെയിനിൽ എന്താണ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ആ സമയത്ത് എൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുന്നത്, ഇതെനിക്ക് മാറ്റാൻ പറ്റുമോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ആ പഠിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരൊറ്റ കാര്യം ഇതാണ്: ദേഷ്യം ഒരു പേഴ്സണാലിറ്റി ഫ്ലോ, അതല്ലെങ്കിൽ പേഴ്സണാലിറ്റിയിലെ ഒരു കുറവല്ല, അതൊരു ബ്രെയിൻ മെക്കാനിസമാണ്. ആൻഡ് ആ ബ്രെയിൻ മെക്കാനിസം നമുക്ക് റീവയർ ചെയ്യാൻ സാധിക്കും. ഈ ആങ്കർ പ്രോബ്ലം നിങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഗോൾഡാണ്. മിസ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. ഈ ചാനൽ പൊതുവെ ഫിനാൻസിനെ പറ്റിയും പ്രൊഡക്ടിവിറ്റിയെ പറ്റിയുമാണ് പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് ദേഷ്യം ഈ ചാനലിൽ ഞാൻ സംസാരിക്കുന്നു? ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ദേഷ്യം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റാണ്. പണം, ടൈം, റിലേഷൻഷിപ്പ്, കരിയർ, ഡിസിഷൻസ് എല്ലാം നിങ്ങൾക്കിതിന് പകരമായിട്ട് കൊടുക്കേണ്ടി വന്നേക്കാം. ഞാൻ ഇതിനെ വിളിക്കുന്നത് ദി ആങ്കർ ടാക്സ് എന്നാണ്. ഇതും ഈ വീഡിയോയിൽ മുന്നോട്ട് ഞാൻ സംസാരിക്കാം. അപ്പോൾ ഈ ചാനലിലോട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് എങ്കിൽ വെൽക്കം ഹോം. നമ്മളെപ്പോലെയുള്ള സാധാരണ ആളുകളുടെ ഫിനാൻസും ലൈഫും ഒക്കെ ബെറ്റർ ആക്കുന്ന തരത്തിലുള്ള വീഡിയോസാണ് ഞാൻ ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ലക്ഷക്കണക്കിന് വീഡിയോസിനിടയിൽ എന്നെ നിങ്ങൾക്ക് മിസ്സായി പോവാതിരിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഒരു വലിയ ഡിഫറൻസ് ഞാൻ പറഞ്ഞു തുടങ്ങാം. ഇത് സത്യത്തിൽ എൻ്റെ കണ്ണ് തുറപ്പിച്ച ഒരു തിരിച്ചറിവായിരുന്നു. സൈക്കോളജിസ്റ്റുകൾ 2 തരത്തിലുള്ള ദേഷ്യത്തെ സെപ്പറേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒന്നാമത്തത് സ്റ്റേറ്റ് ആങ്കർ. ഇത് സിറ്റുവേഷനിലാണ്. ഇപ്പോൾ ട്രാഫിക്കിൽ ഒരാൾ നമ്മുടെ വണ്ടിയിൽ വന്ന് തട്ടി, അതല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഒന്ന് ഇൻസൾട്ട് ചെയ്തു, അല്ലെങ്കിൽ ഡിസ്റെസ്പെക്റ്റ് ഉണ്ടായി, അപ്പോൾ തോന്നുന്ന ദേഷ്യം. ഇതെല്ലാവർക്കും വരും. എത്ര വലിയ സെയിൻ്റ് ആണ് എന്നറിയപ്പെടുന്ന ഒരാളാണെങ്കിൽ പോലും ട്രാഫിക്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ചിലപ്പോൾ മോശം വേർഡ്സ് പറഞ്ഞേക്കാം. ഇത് നോർമലാണ്. പല സമയത്തും ഇത് ഹെൽത്തിയും കൂടിയാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് ട്രെയ്റ്റ് ആങ്കർ. ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇതൊരു പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ക്വിക്ക് ടു ആങ്കർ, അതായത് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, ഫ്രീക്വൻ്റ് ആയിട്ട്, ഇൻറ്റൻസ് ആയിട്ട്, ലോങ് ഡ്യൂറേഷനിൽ. നിങ്ങൾക്ക് ദേഷ്യം വരാൻ അങ്ങനെ പ്രത്യേകിച്ച് സിറ്റുവേഷൻ ഒന്നും വേണ്ട. നിങ്ങൾക്ക് എപ്പോഴും ദേഷ്യത്തിൻ്റെ ഒരു ബേസ് ലൈൻ ഉള്ളിലുണ്ട്. നമ്മൾ പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും, അവന് ദേഷ്യപ്പെടാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ, അത് വെച്ച് അവനങ്ങ് ദേഷ്യപ്പെടും. അതാണ് ട്രെയ്റ്റ് ആങ്കർ. എൻ്റെ ഒരു തിരിച്ചറിവ് വെച്ചിട്ട് ഈ ട്രെയ്റ്റ് ആങ്കർ ഉള്ള ആളാണ് ഞാൻ. ഈ ട്രെയ്റ്റ് ആങ്കർ എന്ന് പറയുന്നത് ഒരു മോറലായിട്ടുള്ളൊരു ഫെയിലിംഗ് ഒന്നും അല്ല. ഇത് ജെനറ്റിക്സ് കൊണ്ടാകാം, ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് കൊണ്ടാകാം, ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ട്രോമ കൊണ്ടാകാം. ഇതെല്ലാം നമ്മുടെ ബ്രെയിനിലേക്ക് കൊണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ് ഈ ട്രെയ്റ്റ് ആങ്കർ എന്ന് പറയുന്നത്. ഇപ്പോൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന വെറ്ററൻസ് ഓഫ് വാറിന് ഇതുണ്ടായേക്കാം. അബ്യൂസീവ് ആയിട്ടുള്ള ഹൗസ് ഹോൾഡിൽ വളർന്ന ആളുകൾക്ക് ഇതുണ്ടായേക്കാം. അതായത് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ഉണ്ടായിരുന്ന ഒരു വീട്ടിലാണ് അവർ വളർന്നത് എങ്കിൽ ഇത് ഉണ്ടായേക്കാം. പിന്നെ ജെനറ്റിക്കലായിട്ട് തന്നെ ചിലപ്പോൾ ഇത് കിട്ടിയേക്കാം. പിന്നെ ചൈൽഡ്ഹുഡിൽ സ്ഥിരമായിട്ട് ഭയം, അതല്ലെങ്കിൽ ഫിയർ അനുഭവിച്ച ആളുകൾക്ക് ഇതുണ്ടായേക്കാം. സ്കൂളുകളിൽ തുടർച്ചയായിട്ട് ഒറ്റപ്പെടൽ അനുഭവിച്ചവർക്ക് ഇതുണ്ടായേക്കാം. നമ്മുടെ ബ്രെയിനിനുള്ളിൽ ഒരു ത്രെറ്റ് റെസ്പോൺസ് ആയിട്ടുള്ള റീജിയൻ ഉണ്ട്. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പെട്ടെന്ന് അവിടെ റിയാക്ട് ചെയ്യുന്ന ത്രെറ്റ് റെസ്പോൺസ് ആയിട്ടുള്ള റീജിയൻ. ഈ റീജിയൻ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും ഈ പറയുന്ന ആളുകൾക്ക്. ത്രെറ്റ് ഒന്നും ഇല്ലാത്ത സമയത്ത് പോലും ഇത് ഡിറ്റക്ട് ചെയ്യാൻ അവർ ശ്രമിക്കും. ബ്രെയിൻ അങ്ങനെ വയർ ചെയ്ത് ഇത്ര നാളത്തെ പരിശീലനം കൊണ്ട് അങ്ങനെ വന്ന് നിൽക്കുന്നതാണ് സർവൈവലിന് വേണ്ടിയിട്ട്. കൺഫ്യൂസ്ഡ് ഒന്നും ആവണ്ട, മുമ്പോട്ട് ക്ലിയർ ആയിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇതുവരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ മേ ബി നിങ്ങൾക്കും ട്രെയ്റ്റ് ആങ്കർ ഉള്ള ഒരാളായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ ബ്രോക്കൺ ആണ് എന്ന് കരുതണ്ട. നിങ്ങളുടെ ബ്രെയിൻ ഒരു പർട്ടിക്കുലർ പാറ്റേണിൽ റണ്ണ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രം. ആൻഡ് ആ പാറ്റേൺ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ കഴിഞ്ഞു പോയ കാലമൊക്കെ നമുക്ക് ഈ വയറിങ്ങിനെ പറഞ്ഞ് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഫ്യൂച്ചറിൽ എല്ലാ കാര്യങ്ങളും അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് അത് ഇന്ന് തന്നെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കുക. ഇനി രണ്ടാമത്, ഈ തരത്തിലുള്ള ദേഷ്യം വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമ്മൾ ബ്ലാക്ക് ഔട്ടായി പോകുന്നത്? അതായത് നമ്മുടെ കണ്ണിൽ ഒരു ഇരുട്ട് കയറിയിട്ട് വായി തോന്നുന്നതൊക്കെ വിളിച്ച് പറയുന്ന തരത്തിലേക്ക് ബ്ലാക്ക് ഔട്ടായി പോകുന്നത്. നമ്മുടെ തലയ്ക്കകത്ത് സംഭവിക്കുന്നത് എന്താണ് എന്നൊന്ന് വിഷ്വലൈസ് ചെയ്യാം നമുക്ക്. ഈ തലച്ചോറ് എന്ന് പറയുന്നത് ഒരു ഏൻഷ്യന്റ് സിറ്റി പോലെയാണ്. നമ്മൾ കുഴിച്ച് നോക്കിയാൽ പുതിയ സിറ്റിയുടെ താഴെ പഴയ ഒരു സിറ്റി ഉണ്ടാവും. അത് വീണ്ടും നമ്മൾ കുഴിച്ച് നോക്കിയാൽ അതിന് താഴെ അതിലും പഴയ ഒരു സിറ്റി ഉണ്ടാവും. അങ്ങനെ പോകും. നമ്മുടെ ഈ ബ്രെയിനിൻ്റെ ഏറ്റവും മുകളിൽ ഏറ്റവും പുതിയതായിട്ട് നമുക്ക് ഇവോൾവ് ചെയ്ത് കിട്ടിയ ബ്രെയിനാണ് ഇരിക്കുന്നത്. അതാണ്
ഇതാണ് നമ്മുടെ തിങ്കിങ് ബ്രെയിൻ. ലോജിക്ക്, പ്ലാനിങ്, അങ്ങനെ പറയണ്ടായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന തരത്തിലുള്ള ലോജിക്കലായിട്ടുള്ള തിങ്കിങ് ആണ് ഇവിടെ നടക്കുന്നത്. ആ ബ്രെയിനിൻ്റെ ആ ഒരു ഏരിയയുടെ പേര് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്നാണ്. അതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ. ഭയം, പ്രണയം, ദേഷ്യം, അസൂയ ഇതെല്ലാം ഇവിടെയാണ് ഉണ്ടാകുന്നത്. ഒരുപാട് മൃഗങ്ങൾക്കും ഈ പാർട്ടുണ്ട്. ഇതിനെയാണ് അമിഗ്ദല എന്ന് പറയുന്നത്. പലരും കേട്ടിട്ടുണ്ടാവും. ഇത് വളരെ ഫാസ്റ്റാണ്. ലക്ഷക്കണക്കിന് വർഷമായിട്ട് നമ്മുടെ പൂർവികർ യൂസ് ചെയ്ത് വരുന്നത് ഒരു ഡേഞ്ചർ വരുമ്പോൾ ഫൈറ്റ് ആണോ ഫ്ലൈറ്റ് ആണോ ചെയ്യേണ്ടത് എന്ന് സ്പ്ലിറ്റ് സെക്കൻഡ് കൊണ്ട് ഡിസൈഡ് ചെയ്യാനായിട്ടാണ് ഈ ബ്രെയിൻ യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഒരു ത്രെറ്റ് ഡിറ്റക്ട് ചെയ്യുമ്പോൾ അതൊരു റിയൽ ത്രെറ്റ് ആയാലും പെർസീവ്ഡ് ത്രെറ്റ് ആയാലും അമിഗ്ദല പെട്ടെന്ന് ടേക്ക് ഓവർ ചെയ്യും. എന്നിട്ട് പെട്ടെന്ന് ആക്ഷനും എടുക്കും. ഈ ബ്രെയിനിനെ പറ്റി മനസ്സിലാക്കി വെക്കുക. മുമ്പോട്ട് നമുക്കതിനെപ്പറ്റി സംസാരിക്കാം. ഇനി ഈ അമിഗ്ദലയുടെയും താഴെ താമസിക്കുന്ന ഒരു ബ്രെയിൻ ഉണ്ട്. അതാണ് റെപ്റ്റിലിയൻ ബ്രെയിൻ. പാമ്പിനോട് കൂടെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ബ്രെയിനിന്റെ ഒരു പാർട്ടാണിത്. പ്യുവർ സർവൈവലിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന ബ്രെയിനിന്റെ ഒരു ഭാഗം. അപ്പോൾ ഇപ്പം നമ്മൾ നേരിടുന്ന പ്രോബ്ലം എന്താണ്? ആരെങ്കിലും നമ്മുടെ മുമ്പിൽ വന്ന് എന്തെങ്കിലും തറുതല പറയുമ്പോൾ, അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള ഒരു ത്രെറ്റോ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ, ഓഫീസിൽ ഒരാൾ നമ്മളെ കണ്ണുകൊണ്ട് പോയിന്റ് ചെയ്ത് കാണിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞ് ചിരിക്കുമ്പോൾ, വീട്ടിൽ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഇഷ്ടപ്പെടാത്തത് പറയുമ്പോൾ, ആ നിമിഷം തന്നെ നമ്മുടെ അമിഗ്ദല അതല്ലെങ്കിൽ നമ്മുടെ ആ ഇമോഷണൽ ബ്രെയിനാണ് ഏറ്റവും ആദ്യം ഇതിൽ കയറി പിടിക്കാൻ പോകുന്നത്. നമ്മൾ അവിടെ ഒരു ത്രെറ്റ് ഡിറ്റക്ട് ചെയ്തു. ആ ഒരു മൊമെന്റിൽ നമ്മുടെ തിങ്കിങ് ബ്രെയിൻ, അതായത് ഏറ്റവും മുകളിലുള്ള പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്, അത് ഓഫ്ലൈൻ ആയിട്ട് പോകും. ശരിക്കും നിങ്ങളല്ല അവിടെ സംസാരിക്കുന്നത്. നിങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് അല്ല, ചിന്തിച്ച് റീസണിങ്ങോടുകൂടി അല്ല അവിടെ സംസാരിക്കുന്നത്, അമിഗ്ദലയാണ് അവിടെ സംസാരിക്കുന്നത്. FMRI സ്റ്റഡീസ് ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്, ദേഷ്യം സ്പൈക്ക് ആകുന്ന ആ ഒരു മൊമെന്റിൽ നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിന്റെ ആക്ടിവിറ്റി ഡ്രാസ്റ്റിക് ആയിട്ട് റെഡ്യൂസ് ആകുമെന്ന്. ഡാനിയൽ ഗോൾമാൻ ഇതിനെ വിളിച്ചത് അമിഗ്ദല ഹൈജാക്ക് എന്നാണ്. ഞാനിതിനെ ദ ഹൈജാക്ക് എന്ന് തന്നെ വിളിക്കും. കാരണം നമ്മുടെ ബ്രെയിനിനെ അതല്ലെങ്കിൽ നമ്മളെ തന്നെ ആ ഒരു സമയം ഈ അമിഗ്ദല ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോവുകയാണ്. അമിഗ്ദല ഒന്നും ചിന്തിക്കാനോ ആലോചിക്കാനോ ചോദിക്കാനോ നിൽക്കുന്നില്ല. ബോഡിക്ക് അപ്പം തന്നെ സിഗ്നൽ കൊടുക്കും. നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും, ബ്ലഡ് ഡൈവേർട്ട് ചെയ്ത് മസിലുകളിലേക്ക് പോകും, നമ്മുടെ ബ്രീത്തിങ് ഫാസ്റ്റ് ആകും, അഡ്രിനാലിൻ റിലീസ് ആകും. ഇതെല്ലാം മില്ലി സെക്കൻഡുകൾ കൊണ്ട് നടക്കും. ഈ മൊമെന്റിൽ നമ്മുടെ തിങ്കിങ് ബ്രെയിൻ ഇതൊന്നും അറിയുന്ന പോലും ഉണ്ടാവില്ല. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നോ എന്താണ് നമ്മൾ റിയാക്ട് ചെയ്തതെന്നോ ഒന്നും. ഡാൻ സീഗൽ എന്ന് പറയുന്ന ഒരു സൈക്യാട്രിസ്റ്റ് ഇതിനെ വിളിക്കുന്നത് ഫ്ലിപ്പിംഗ് യുവർ ലിഡ് എന്നാണ്. നമ്മൾ കൈ കൊണ്ട് നമ്മുടെ ഫിസ്റ്റ് നമ്മളിങ്ങനെ പിടിക്കില്ലേ, ഈ ഫിസ്റ്റ് ഇതിങ്ങനെ പിടിക്കുന്ന സമയത്ത് നമ്മുടെ ഈ തം ഫിംഗർ ഇതാണ് നമ്മുടെ അമിഗ്ദല അതല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ. ഈ മുകളിലിരിക്കുന്നതാണ് നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്. അത് ലോജിക്കലായിട്ടും റീസണബിൾ ആയിട്ടും ചിന്തിക്കാൻ കഴിവുള്ള ആ ഒരു ബ്രെയിൻ. നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് ഒരു ലിഡ് തെറിച്ച് പോയ പോലെ ഈ അമിഗ്ദല ആക്റ്റീവ് ആകും. അത് ആക്റ്റീവ് ആവുന്ന സമയത്ത് തന്നെ ഒരു ലിഡ് ഇങ്ങനെ തെറിച്ച് പോകുന്നത് പോലെ നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സും നമുക്ക് ആലോചിച്ച് പെരുമാറാനുള്ള ആ ഒരു ബ്രെയിനും ഓഫ്ലൈൻ ആകും എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഈ ഒരു പ്രിമിറ്റീവ് പാർട്ട് മാത്രം നമ്മുടെ കയ്യിൽ ബാക്കിയാകും. അത് വെച്ചാണ് നമ്മൾ ആ സമയത്തെ ആക്ഷനുകളും സംസാരങ്ങളും എല്ലാം നടത്തുന്നത്. ന്യൂറോ സയന്റിസ്റ്റ് ആയിട്ടുള്ള ജിൽ ബോൾ ടൈലർ പറയുന്നുണ്ട്, ദേഷ്യം സ്പൈക്ക് ആവുന്ന സമയത്ത് റിലീസ് ആകുന്ന കെമിക്കൽസ്, അതായത് കോർട്ടിസോളും അഡ്രിനാലിനും എല്ലാം ബോഡിയിൽ ആക്റ്റീവ് ആയിരിക്കുന്നത് ഏകദേശം 90 സെക്കൻഡുകൾ ആണ്. ആ 90 സെക്കൻഡ് കഴിഞ്ഞാൽ ആ കെമിക്കൽസ് എല്ലാം നാച്ചുറലി ഇങ്ങനെ ക്ലിയർ ആകും. നിങ്ങൾ കണ്ടിന്യൂസ്ലി ആ ദേഷ്യത്തിന്റെ തോട്ട്സ് ഫീഡ് ചെയ്തില്ല എങ്കിൽ ഈ ഒരു 90 സെക്കൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതിലേക്ക് നമ്മൾ മുന്നോട്ട് വരുന്നുണ്ട്. ഇതിന്റെ എൻഡിൽ നമുക്കിത് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള സെക്ഷനിൽ ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പം മനസ്സിലായില്ലേ? നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് ഓടി വന്ന് 1 തൊട്ട് 10 വരെ എണ്ണ് എന്നൊക്കെ ഉപദേശം തരുന്ന ആളുകളോട് ഇതൊന്നും നമ്മുടെ ബ്രെയിനിന് പറഞ്ഞാൽ മനസ്സിലാവുകയുമില്ല. ആ ഒരു സമയത്ത് റീസണബിൾ ആയിട്ട് ലോജിക്കോട് കൂടി തിങ്ക് ചെയ്യാനുള്ള ബ്രെയിൻ നമ്മുടെ കയ്യിലില്ല. ആ സമയത്ത് നമ്മുടെ ആ ബ്രെയിൻ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, ഒരു ലിഡ് തെറിച്ച് പോകുന്നത് പോലെ. അപ്പോൾ ആ തിങ്കിങ് ബ്രെയിൻ ടെമ്പററി ആയിട്ട് ഷട്ട് ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അവിടെ നിന്നും എങ്ങനെ അത് ശരിയാക്കി എടുക്കാമെന്ന് മനസ്സിലാക്കുക. ഇത് നമ്മുടെ മാത്രം കുറ്റമല്ല, അതൊരു ഇവല്യൂഷണറി ബയോളജിയാണ്. ആ ലിഡ് ഫ്ലിപ്പായി പോകാതിരിക്കാൻ നമുക്ക് കണ്ടിന്യൂസ്ലി ട്രെയിൻ ചെയ്ത് മാറ്റാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് നമുക്ക് സയൻസ് പറഞ്ഞു തരുന്നത്. അതിൻ്റെ വഴികളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ സ്റ്റോറി പറയാം. ഒരു ക്ലാസിക് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ഞാൻ പറയാം. ഈ ദേഷ്യത്തിന്റെ പ്രിമിറ്റീവ് ആയിട്ടുള്ള നേച്ചർ എത്രത്തോളം ഡെപ്തിലുള്ളതാണ് എന്ന് കാണിക്കാനായിട്ട് ഈ ഒരു എക്സ്പെരിമെന്റ് മതിയാകും. ഫ്രാൻസ് ഡേ വോൾ എന്നൊരു റിസർച്ചർ 2 കുരങ്ങന്മാരെ വെച്ച് ചെയ്ത ഒരു എക്സ്പെരിമെന്റ് ആണിത്. സെയിം റൂം സെയിം ടാസ്ക്. ആ റൂമിൽ ആ ടേബിളിൽ ഇരിക്കുന്ന ഒരു കല്ലെടുത്ത് ഈ റിസർച്ചറിന്റെ കയ്യിൽ കൊടുക്കണം. അതാണ്
ഓരോ കുരങ്ങന്മാരുടെയും ടാസ്ക്. ഇതിന് റിവാർഡായിട്ട് കിട്ടുന്നത് ഒരു ക്യൂക്കമ്പറാണ്. ആദ്യത്തെ കുരങ്ങൻ ഈ ടാസ്ക് ചെയ്യുന്നു, അതിന് ഒരു ക്യൂക്കമ്പർ കിട്ടുന്നു. ഹാപ്പി, അത് കഴിക്കുന്നു. 20 തവണ ഈ ടാസ്ക് ആ ഒരു കുരങ്ങിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നു. സെയിം സാറ്റിസ്ഫാക്ഷൻ, വീണ്ടും വീണ്ടും ക്യൂക്കമ്പർ കൊടുക്കുന്നു, ആ കുരങ്ങ് അത് കഴിക്കുന്നു. ഇനി ഈ സെയിം ടാസ്ക് ഈ റിസർച്ചർ വന്നിട്ട് രണ്ടാമത്തെ കുരങ്ങിന് കൊടുക്കുന്നു. ആ കുരങ്ങനും ആ ടാസ്ക് ചെയ്യുന്ന സമയത്ത് ക്യൂക്കമ്പറിന് പകരം ആ കുരങ്ങിന് കൊടുക്കുന്നത് ഗ്രേപ്പാണ്, അതായത് മുന്തിരിയാണ്. കുരങ്ങന്മാർക്ക് ഗ്രേപ്പ് എന്ന് പറയുന്നത് ഒരു ഡെലിക്കസിയാണ്, അതായത് അവരുടെ ഏറ്റവും ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള ഒരു ഫുഡിൽ പെടുന്നതാണ് ഈ ഗ്രേപ്പ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ കുരങ്ങൻ ഇത് കൃത്യമായിട്ട് കാണുന്നുണ്ട്. ആ കുരങ്ങൻ ഒരു ടാസ്ക് ചെയ്തപ്പോൾ തന്നെ ഗ്രേപ്പ് കിട്ടി എന്നുള്ളത്. ഇനി റിസർച്ചർ വീണ്ടും തിരിച്ച് ഒന്നാമത്തെ കുരങ്ങൻ്റെ അടുത്ത് ചെന്നിട്ട് വീണ്ടും അതിന് ടാസ്ക് കൊടുക്കുന്നു. ആ ടാസ്ക് അത് കൃത്യമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഈ കുരങ്ങനെ ക്യൂക്കമ്പർ തന്നെ കൊടുക്കുന്നു. ആ കുരങ്ങൻ എന്താണ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യൂക്കമ്പർ എടുത്ത് റിസർച്ചറിൻ്റെ മുഖത്തേക്ക് എറിയുന്നു. അത് കിടക്കുന്ന സെല്ലിൻ്റെ കമ്പിയിൽ പിടിച്ച് കുലുക്കുന്നു. പ്യുവർ ഫ്യൂറി, അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. സെയിം ടാസ്ക്, സെയിം എഫേർട്ട്. ആദ്യം അതിന് സാറ്റിസ്ഫൈ ചെയ്ത ആ ക്യൂക്കമ്പർ തന്നെ അത് ദേഷ്യത്തോടുകൂടി ഇറങ്ങി കളയുന്നു. കാരണം എന്താണ്? വേറൊരാൾക്ക് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള, കൂടുതലായിട്ടുള്ള നല്ലത് കിട്ടുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ആ ക്യൂക്കമ്പർ അതിന് പെട്ടെന്ന് അൺഫെയർ ആയി മാറി. ഈ സ്റ്റഡിയുടെ പേര് മങ്കീസ് റിജക്ട് അൺഈക്വൽ പേ എന്നാണ്. സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കാം. ഏകദേശം ഇതേ റെസ്പോൺസ് തന്നെയാണ് നമുക്കും വരുന്നത്. ഓഫീസിൽ നമ്മളെക്കാൾ കുറഞ്ഞ ജോലി ചെയ്യുന്ന കൂട്ടുകാരന് കൂടുതൽ ഇൻക്രിമെൻറ്റ് കിട്ടുമ്പോൾ, ഫാമിലി ഫംഗ്ഷനിൽ വേറൊരാളുടെ പണത്തിൻ്റെ ഷോ ഓഫ് കാണുമ്പോൾ, ട്രാഫിക്കിൽ റൂൾ ബ്രേക്ക് ചെയ്തു വരുന്നവർ മുമ്പോട്ട് പോകുമ്പോൾ, അതായത് നമ്മൾ ആ റൂൾസ് എല്ലാം ഫോളോ ചെയ്ത് നിൽക്കുന്നു, വേറെ ഒരാൾ ഇതെല്ലാം ബ്രേക്ക് ചെയ്ത് കയറിപ്പോകുന്നു, അവൻ അതിൻ്റെ ബെനിഫിറ്റും കിട്ടുന്നു. അപ്പോൾ നമ്മുടെ ദേശത്തിൻ്റെ പകുതിയും ലോജിക്കലല്ല, അത് പ്രിമിറ്റീവാണ്. ഈ സർക്യൂട്ട് നമ്മൾ ഒരു മനുഷ്യനായിട്ട് ഇവോൾവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഉള്ളിലുള്ളതാണ്. അപ്പോൾ ദേഷ്യം എന്ന് പറയുന്നത് ഒരു മോറൽ ഫെയിലിയർ അല്ല എന്ന് ഞാൻ വീണ്ടും പറയുന്നു, അതൊരു എൻഷ്യൻ സർക്യൂട്ട് മാത്രമാണ്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. ഇനി ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്ന ഈ ഒരു കാര്യം കൂടെ നമ്മൾ കുറച്ച് ഡെപ്തിൽ മനസ്സിലാക്കണം. ഒരേ കാര്യം തന്നെ എന്തുകൊണ്ടാണ് നമ്മളെ പലപ്പോഴും വീണ്ടും വീണ്ടും ട്രിഗർ ചെയ്യുന്നത് എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കാം. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് പലപ്പോഴും ട്രിഗർ ആവുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് എപ്പോഴും സിമിലർ ആയിരിക്കും. ഒരേ സെയിം പാറ്റേൺ ആയിരിക്കും. അത് ഡിസ്റെസ്പെക്റ്റ് ആണെങ്കിൽ ഡിസ്റെസ്പെക്റ്റ്, അതല്ലെങ്കിൽ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നതാണെങ്കിൽ ഇഗ്നോർ ആയിരിക്കും നമുക്ക് വീണ്ടും വീണ്ടും ട്രിഗർ ആവുന്നത്. ബിട്രയൽ ആണെങ്കിൽ അതായിരിക്കും. ഇപ്പം സെയിം ബട്ടണാണ് എപ്പോഴും ചുറ്റുമുള്ള ആളുകൾ പുഷ് ചെയ്യുമ്പോൾ നമ്മൾ ട്രിഗർ ആവുന്നത്. ഇതിൻ്റെ കാരണം ഹെബ്സ് ലോ തന്നെയാണ്. ഹെബ്സ് ലോ ഇതിന് മുമ്പും ഞാൻ ബ്രെയിനിനെ പറ്റി സംസാരിച്ച പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ബേസിക് ന്യൂറോ സയൻസിലെ ഒരു റൂളാണ്. ന്യൂറോൺസ് ദാറ്റ് ഫയർ ടുഗെദർ വയർ ടുഗെദർ. ഒരേ റെസ്പോൺസ് പാറ്റേൺ എത്രയോ തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ ആ ന്യൂറൽ പാത്വേ ബ്രെയിനിൽ തിക്ക് ആയിക്കൊണ്ടിരിക്കും. അതായത് കൂടുതൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും, കൂടുതൽ ഫാസ്റ്റർ ആയിക്കൊണ്ടിരിക്കും, കൂടുതൽ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചൈൽഡ്ഹുഡിലൊക്കെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം നമ്മൾ ത്രെറ്റായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ, അതിപ്പോൾ ഡിസ്റെസ്പെക്റ്റ് ആവാം, അബാൻമെൻ്റ് ആവാം, നമ്മളെ ഒറ്റപ്പെടുത്തുന്നതാവാം, ക്രിറ്റിസിസം ആകാം, കളറാകാം, കളിയാക്കുന്നതാകാം, എന്തെങ്കിലും ആ ഒരു പാറ്റേൺ നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് ട്രിഗർ ആയിട്ടുണ്ട് എങ്കിൽ ബ്രെയിൻ ആ പാത്വേ സ്ട്രോങ്ങർ ആക്കി മാറ്റിക്കൊണ്ടേയിരിക്കും ഓരോ തവണ നമുക്കിത് കിട്ടുമ്പോഴും. അപ്പോൾ ബ്രെയിൻ നമ്മളോട് പറയുന്നത് ഈ കാര്യം വരുമ്പോൾ ഫൈറ്റ് ചെയ്യണം എന്നായിരിക്കും. ഇപ്പോൾ വീണ്ടും ആ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും ട്രിഗേർഡ് ആകും. നമ്മൾ അധികം ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ബ്രെയിനിൻ്റെ ആ ഒരു ന്യൂറൽ സർക്യൂട്ട് വളരെ സ്ട്രോങ് ആണ്. നമ്മളൊന്നും ചിന്തിക്കാതെ തന്നെ അത് ആക്ട് ചെയ്ത് തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ കൺട്രോൾ യുവർ സെൽഫ് എന്നുള്ള അഡ്വൈസ് ഒരിക്കലും വർക്ക് ചെയ്യാൻ പോകുന്നില്ല. ആ ഒരു മൊമെൻറ്റിൽ നമ്മുടെ ബ്രെയിൻ ഓൾറെഡി 60 to 70% ട്രിഗർ പാത്വേയിൽ കൂടെ റണ്ണ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ബ്രെയിൻ പ്ലാസ്റ്റിക് ആണ് എന്ന് പലപ്പോഴും നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ യൂസ് ചെയ്യാത്ത പാത്വേ അവിടെ സ്ലോയും വീക്കനും ചെയ്തുകൊണ്ട് കൂടി ഇരിക്കുകയാണ് നമ്മുടെ ബ്രെയിനിൽ. പ്രാക്ടീസ് ചെയ്യുന്ന പാത്വേ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കും, ഇതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാത്ത പാത്വേ വീക്കർ ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വരുന്ന ആ ഒരു ട്രിഗർ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു പാത്വേ വീക്കർ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്, മറ്റേ പാത്വേ സ്ട്രോങ്ങർ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു തരത്തിലും ആ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡീപ്പായിട്ടുള്ള ഒരു ലേൺഡ് പാറ്റേൺ ആണ്. ഈ ലേൺഡ് പാറ്റേണിനെ നമുക്ക് അൺലേൺ ചെയ്യാൻ സാധിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് ആ സെയിം കാര്യം നമ്മളെ വീണ്ടും വീണ്ടും ട്രിഗർ ചെയ്യുന്നത് എന്നുള്ളതിൽ ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഈ ചാനലിൽ എന്തുകൊണ്ടാണ് ഞാൻ ആങ്കറിനെ പറ്റി സംസാരിച്ചത് എന്ന്. ഒന്ന്, എനിക്ക് ഈ ഒരു പ്രോബ്ലം ഉള്ള ആളായിരുന്നു. മുഴുവനായിട്ട് സോൾവ് ആയിട്ടില്ല, ബട്ട് എനിക്ക് വലിയ പ്രശ്നമുള്ള ആളായിരുന്നു. രണ്ടാമത്തെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ദി ആങ്കർ ടാക്സ്. ഞാനൊരു സെനാരിയോ പറയാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് ചോദിക്കുക. നിങ്ങളൊരു ദേഷ്യത്തിൽ ഒരു മേജർ ഡിസിഷൻ എടുത്തിട്ടുണ്ട് എങ്കിൽ, നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓഫീസിൽ നിങ്ങൾ ആംഗ്രി ആയിട്ട് ഒരു മെയിൽ അയച്ചിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് തന്നെ നിങ്ങൾ ബ്രേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ, ഇമ്പൾസീവായിട്ടുള്ള ഒരു ബിഗ് പർച്ചേസ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഫാമിലിയിൽ പല ആളുകളോടും പറയേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഡിസിഷനിൽ നിങ്ങൾക്ക് പിന്നീട് റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? യെസ് ആണ് ഉത്തരം എങ്കിൽ നിങ്ങൾ ഓൾറെഡി
ഈ ആങ്കർ ടാക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞു. സ്റ്റഡീസ് കാണിക്കുന്നത് ഈ ആങ്കർ സ്റ്റേറ്റിൽ ആളുകൾ ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുമ്പോൾ സിഗ്നിഫിക്കൻ്റ്ലി വേഴ്സ് ഡിസിഷൻ ആയിരിക്കും എടുക്കുന്നത് എന്നാണ്. നമ്മുടെ റിസ്ക് അസസ്മെൻറ്റ് കുറയും, നമ്മുടെ ടൈം ഹൊറൈസൺ ഷോർട്ടാകും, നമ്മുടെ ഇമോഷണൽ ഡിസിഷൻസ് ഡോമിനേറ്റ് ചെയ്യും. പക്ഷേ അതിനേക്കാളും വലിയ ഒരു വേറെ ടാക്സ് ഉണ്ട്, അതാണ് റുമിനേഷൻ ടാക്സ്. ഒരു ഫൈറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ചിന്തയിൽ നമ്മൾ എത്ര സമയം കളയും. അവൻ അല്ലെങ്കിൽ അവൾ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ അപ്പോൾ ഇങ്ങനെ പറയണമായിരുന്നു, പക്ഷേ എനിക്ക് അങ്ങനെ പറയാൻ സാധിച്ചുള്ളൂ, കൂടുതൽ പറയണമായിരുന്നു, അത്രയും പറയണ്ടായിരുന്നു, എന്നോട് അവർ വളരെ അൺഫെയർ ആയിരുന്നു. ഈ ലൂപ്പിൽ കിടന്ന് എത്രയുമാണ് നമ്മൾ കറങ്ങുന്നത് എന്ന് നമുക്ക് മാത്രം അറിയാം. ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടായിരിക്കും. നമ്മുടെ തലയിൽ ആ സീൻ നമ്മൾ വീണ്ടും വീണ്ടും പ്ലേ ആക്കിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ പ്രൊഡക്റ്റീവായിട്ടുള്ള അവേഴ്സ് ഈ ലൂപ്പിൽ നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ സ്ലീപ്പ് നഷ്ടമാകുമ്പോൾ അടുത്ത ദിവസത്തെ ഡിസിഷൻ ഫെർദർ വേഴ്സൺ ചെയ്തുകൊണ്ടേയിരിക്കും. കോമ്പൗണ്ട് ആയിട്ട് ഈ എഫക്റ്റ് മുന്നോട്ട് പോകും. സ്റ്റഡീസ് പറയുന്നത് ഒരു സാധാരണ പേഴ്സൺ ഈ റുമിനേഷനിൽ ആഴ്ചയിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സമയം കളയുന്നുണ്ട് എന്നാണ്. കണക്ക് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കൂ. വർഷത്തിൽ അത് 100 കണക്കിന് മണിക്കൂറാണ് നഷ്ടപ്പെടുത്തി കളയുന്നത്. ഡേയ്സ് ഓഫ് ഫുൾ ഫോക്കസ് ആൻഡ് ആ ടൈം നിങ്ങൾ കൺസ്ട്രക്റ്റീവായിട്ട് യൂസ് ചെയ്തിരുന്നു എങ്കിൽ നമ്മുടെ കരിയർ, സ്കിൽസ്, റിലേഷൻഷിപ്പ് എല്ലാം ഡിഫറൻ്റ് ആയിരിക്കുമായിരുന്നു. അപ്പോൾ ദേഷ്യം വെറും ഒരു ഇമോഷൻ മാത്രമല്ല, ഇതൊരു ടാക്സ് ആണ്, നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ഇൻവിസിബിൾ ടാക്സ്. പിന്നെ മണി, പിന്നെ ടൈം, പിന്നെ ആളുകൾ, ഇതെല്ലാമാണ് നമ്മൾ ഈ ഒരു ടാക്സിന് വേണ്ടിയിട്ട് ബലിയാടാക്കി കളഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നുമില്ല. ഇനി ഫൈനലി ഇതെങ്ങനെ മാറ്റിയെടുക്കും? ഇതെന്താണ് എന്ന് നമുക്ക് മനസ്സിലായി, ഇത് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലായി. പക്ഷേ അവിടെ വരെ മാത്രം മനസ്സിലാക്കിയിട്ട് കാര്യമില്ല, ഇത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കണം. ഞാൻ എൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പല കൂട്ടുകാരും എൻ്റെ ഈ വളരെ മോശം ദേഷ്യം ഫേസസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നാടൊക്കെ വിട്ടിട്ട് ഞാൻ നാട്ടിലേക്ക് തിരിച്ച് ആദ്യമായിട്ട് പോകുന്നത് 4.5 വർഷത്തിന് ശേഷമാണ്. 4.5 വർഷത്തിന് ശേഷം തിരികെ എൻ്റെ ആ കൂട്ടുകാരെല്ലാം ഞാൻ കണ്ടപ്പോൾ അവരെല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞ ഈ ഒരൊറ്റ കാര്യമായിരുന്നു, നീ മുഴുവനായിട്ടും വേറൊരാളായിട്ട് മാറി എന്നുള്ളത്. അതിൻ്റെ കാരണം ഈ ദേഷ്യമെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഈ നഷ്ടങ്ങളൊക്കെ റിയലൈസ് ചെയ്തത് ഈ ആദ്യത്തെ 4 വർഷത്തിലായിരുന്നു. അതിനുശേഷം ഞാൻ വളരെയധികം എഫേർട്ട് എടുത്തിട്ടാണ് ഈ കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രമിച്ചത്. ഞാൻ 3 കാര്യങ്ങൾ പറയാം. ഈ 3 ടൂളുകൾ നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് ബെനിഫിഷ്യൽ ആവും. അപ്പോൾ ടൂൾ നമ്പർ 1, ദ 90 സെക്കൻഡ് റൂൾ. നമ്മൾ ആദ്യം പറഞ്ഞ ജിൽ ബോൾ ടൈലറിൻ്റെ കോൺസെപ്റ്റിൽ നിന്നാണ് ഈ ഒരു സിസ്റ്റം വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് ആ ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള കെമിക്കൽ വേവ് 90 സെക്കൻഡാണ് നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്നത്. ആ ഒരു റൂള് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ദേഷ്യം സ്പൈക്ക് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിൽ, ആ ഒരു 90 സെക്കൻഡിൽ നിങ്ങൾ 1 തൊട്ട് 10 വരെ എണ്ണാനും കാം ഡൗൺ ആവാനും ഡീപ്പ് ബ്രെത്ത് എടുക്കാനും ഒന്നും ശ്രമിക്കേണ്ട. മിണ്ടാതിരിക്കുക, ഒരു മേജർ ആക്ഷനും എടുക്കണ്ട, സംസാരിക്കാതിരിക്കുക. നിങ്ങൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ടൈപ്പ് ചെയ്യാതിരിക്കുക, മെസ്സേജ് അയക്കാതിരിക്കുക, ഡിസിഷൻ എടുക്കാതിരിക്കുക, ജസ്റ്റ് വാക്ക് അവേ. ഇനി അത് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ നേരെ ബാത്റൂമിൽ പോയി കഥ കടച്ച് കുറേ നേരം ഇരിക്കുക. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഈ ഒരു ആക്ഷൻ നിങ്ങൾ അടുത്ത് ഉണ്ടാക്കാൻ പോകുന്ന ദേഷ്യത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെയും ചെറിയ തരത്തിലുള്ളൊരു ലോജിക്കൽ സെൻസ് നമുക്ക് ആവശ്യമാണ്. പക്ഷേ 2ാമത്തതോ 3ാമത്തതോ ദേഷ്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കും. ഒരുപാട് ലോജിക്കൽ തിങ്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. മിണ്ടാതിരിക്കുക, അതാണ് ചെയ്യേണ്ടത്. വെറും 90 സെക്കൻഡ് മാത്രം. ഈ 90 സെക്കൻഡ് കഴിയുന്ന സമയത്ത് നമുക്ക് ഈ സെയിം ഇൻറ്റൻസിറ്റിയിൽ ദേഷ്യം ഉണ്ടാകില്ല, ഗ്യാരൻറ്റി. കാരണം ബ്രെയിൻ കെമിസ്ട്രി ഇങ്ങനെയാണ് നമ്മളോട് പറയുന്നത്. ഇത് വിൽ പവറിൻ്റെ കാര്യമല്ല. ഇനി മുന്നോട്ട് വരാൻ പോകുന്ന പല ദേഷ്യങ്ങളിലും നിങ്ങളിത് ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ഹാബിറ്റായിട്ട് മാറും തീർച്ചയായും. ഇനി ടൂൾ നമ്പർ 2, എഫക്റ്റ് ലേബലിംഗ്. ഇതിനെ നെയിം ഇറ്റ് ടു ടെയിം ഇറ്റ് എന്ന് പറയും. നെയിം ഇറ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു പേര് കൊടുക്കുക, ടെയിം ഇറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ മെരുക്കിയെടുക്കുക എന്ന് പറയും. UCLAയിൽ മാത്യു ലീബർമാൻ ചെയ്ത സ്റ്റഡീസ് പറയുന്നത്, നിങ്ങൾ ഫീൽ ചെയ്യുന്ന ആ ഒരു ഇമോഷന് സ്പെസിഫിക് ആയിട്ടൊരു വേർഡ് കൊടുക്കുക. അങ്ങനെ വേർഡ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അമിഗ്ഡലയുടെ ആക്ടിവിറ്റി റിഡ്യൂസ് ആകും, പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിൻ്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ആകും എന്നാണ്. കാരണം നമുക്ക് ആ ഒരു സമയത്ത് അത് ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ച് നമ്മളോട് ദേഷ്യപ്പെടുന്നതായിരിക്കാം, ഇൻസൾട്ട് ചെയ്യുന്നതായിരിക്കാം, ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നതായിരിക്കാം, തല്ലാൻ വരുന്നതാകാം, എന്താണ് എങ്കിലും നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് തോന്നുന്ന ആ ഒരു ഫീലിങ്ങിന് ഒരു പേരിടുക. അപ്പോൾ ഈ നെയിമിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തിങ്കിങ് ബ്രെയിനിനെ നമ്മൾ വിളിച്ച് വരുത്തുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ലിഡ് തെറിച്ച് പോയതിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിന് ട്രിക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ദേഷ്യമാണ് തോന്നിയത് എന്നും പറയരുത്. കൃത്യമായിട്ട് നെയിം ചെയ്യാൻ ശ്രമിക്കുക. കൃത്യമായിട്ട് വളരെ സ്പെസിഫിക് ആകുക. ആ ഒരു സമയത്ത് എനിക്ക് ഡിസ്റെസ്പെക്റ്റഡ് ഫീലിംഗ് ആണ് തോന്നിയത്, എൻ്റെ ചെസ്റ്റിൽ എനിക്ക് ഹീറ്റാണ് തോന്നുന്നത്, എൻ്റെ ജോ എനിക്ക് ക്ലെഞ്ച് ചെയ്ത് പിടിക്കാൻ തോന്നി, എനിക്ക് അവനെ ഇടിക്കാൻ തോന്നി. ആ തരത്തിലുള്ള ഡിസ്ക്രിപ്ഷനും കൊടുക്കുക. ഇത് വളരെ സില്ലി ആയിട്ട് നമുക്ക് തോന്നിയേക്കാം, പക്ഷേ ഇത് ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യും. ഹൺഡ്രഡ്സ് ഓഫ് ക്ലിനിക്കൽ ട്രയൽസ് ഇതിനെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ അതിനെ നെയിം ചെയ്യാനും അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുന്ന സമയത്ത് ലോജിക്കൽ ബ്രെയിൻ
ബ്രെയിനാണ് ഓൺ ആവാൻ പോകുന്നത്, ഇമോഷണൽ ബ്രെയിൻ ഓഫായി കിട്ടും. അതൊരു സ്വിച്ച് ഇടുന്ന പോലെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ദേഷ്യം എന്ന് പറയുന്ന ഒരു സർഫസ് ഇമോഷനാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളിത് പറയണം, ഞാൻ ഇപ്പോൾ ഹ്യൂമിലിയേറ്റഡ് ആണ്, ഞാനിപ്പോൾ എക്സ്പോസ്ഡ് ആണ്, അതല്ലെങ്കിൽ ഞാൻ പവർലെസ് ആണ്, അതല്ലെങ്കിൽ ഞാൻ ഇൻവിസിബിൾ ആണ്, ഞാനിപ്പോൾ ഇഗ്നോർഡ് ആണ്. ഇതെല്ലാം നിങ്ങൾ പറയാൻ ശ്രമിക്കുക. ആ ഒരു യഥാർത്ഥ ഡിസ്റ്റർബൻസ് എന്താണ് എന്ന് നിങ്ങളോട് തന്നെ നിങ്ങൾ പറയുക. ആ ദേഷ്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സിംറ്റം മാത്രമാണ്. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷണൽ ബ്രെയിനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ മാന്യമായിട്ട് പെരുമാറാനും റീസണബിൾ ആയിട്ട് അവിടെ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും. ഇനി ടൂൾ നമ്പർ 3, ഇത് ഫൗണ്ടേഷനിലാണ്, സ്ലീപ്പ് ആൻഡ് എക്സസൈസ്. ഇവിടെ പ്രത്യേകിച്ച് ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല, പക്ഷേ റിസർച്ച് ഇവിടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. മാത്യു വോക്കറിൻ്റെ റിസർച്ചിൽ പറയുന്നത് സ്ലീപ്പ് ഡിപ്രിവേഷൻ അമിഗ്ഡലയുടെ റിയാക്ടിവിറ്റി ഡ്രാസ്റ്റിക്കലി ഇൻക്രീസ് ചെയ്യും എന്നാണ്. അതായത് ഉറക്കം നഷ്ടപ്പെടുന്നത് നമ്മുടെ അമിഗ്ഡലയുടെ റിയാക്ഷൻ ഒരുപാട് കൂട്ടുമെന്ന്. ഉറക്കം കുറവുള്ളൊരു ദിവസം നിങ്ങളുടെ ബ്രെയിൻ മുൻകൂട്ടി ദേഷ്യപ്പെടാൻ വയേർഡായിട്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിൻ്റെ സ്ട്രെങ്ത്തും കൂട്ടും. നമ്മുടെ തിങ്കിങ് ബ്രെയിൻ സ്ട്രോങ്ങർ ആകും. നമ്മുടെ ഇമോഷണൽ ബ്രെയിനിനെ കൂടുതൽ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ ഈ തിങ്കിങ് ബ്രെയിനിന് സാധിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ, അതായത് നമ്മുടെ സ്ലീപ്പും എക്സസൈസും ഇത് മോശമാണ് എങ്കിൽ, ഉറക്കമില്ല, എക്സസൈസ് ഇല്ല, നല്ല ന്യൂട്രീഷൻ ഇല്ല എങ്കിൽ ഈ മേളിൽ പറഞ്ഞ ടെക്നിക്കുകളൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പോകില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഫൗണ്ടേഷണലായിട്ടുള്ള ടെക്നിക്ക് നന്നായിട്ട് ആദ്യം ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഫൈനൽ പോയിന്റ്, ഇത് ഞാൻ വളരെ ഓണസ്റ്റ് ആയിട്ട് ഞാൻ പറയാം. ഈ ദേഷ്യം റീവയർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആഴ്ചകൾ കൊണ്ട് ഈ കാര്യം ശരിയാക്കാൻ പറ്റും എന്ന് നിങ്ങൾ കരുതരുത്. ചിലപ്പോൾ മാസങ്ങളോ ചിലപ്പോൾ ഒരു വർഷമോ എടുത്തേക്കാം. നമ്മുടെ ഈ ബ്രെയിനിൻ്റെ നേരത്തെ പറഞ്ഞ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടൊരു പ്രോസസ്സാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ ആ ഒരു പ്രോസസ്സ് ഞാൻ ഏകദേശം 4 ഇയേഴ്സ് കൊണ്ടാണ് ചെയ്തത് എന്നാണ്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ കരുതുന്നുണ്ടായിരിക്കും, ഇതിനി 1 വർഷം പണിയെടുക്കണമല്ലോ, അല്ലെങ്കിൽ 2 വർഷം പണിയെടുക്കണമല്ലോ എന്ന്. പക്ഷേ നിങ്ങളിത് ചെയ്യുന്നില്ല എങ്കിൽ ഇതെല്ലാ കാലവും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഇന്ന് അതിനുവേണ്ടി പ്രവർത്തിച്ച് തുടങ്ങിയാൽ 1 വർഷത്തിനകമോ 2 വർഷത്തിനകമോ നിങ്ങളുടെ ലൈഫ് മാറാൻ പോകുന്നത് വേറെ ലെവലിലാണ്. നമുക്ക് വരുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞ സെക്ഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. ഈ നഷ്ടം ഒന്നുമില്ലാതെ മുന്നോട്ട് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ സാറ്റിസ്ഫൈയിങ് പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ആരും പെർഫെക്റ്റ് ഒന്നും അല്ല. നിങ്ങൾ 1 വർഷമോ 2 വർഷമോ ഇത് ചെയ്ത് നിങ്ങളുടെ ആങ്കർ ഒരുപാട് കൺട്രോൾ ചെയ്തു എന്ന് വെച്ചാൽ പോലും പലപ്പോഴും ചിലപ്പോൾ സ്ലിപ്പ് ചെയ്തേക്കാം. ഞാൻ ഇപ്പോഴും സ്ലിപ്പ് ആവാറുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഷിഫ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേഷ്യം മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനേഷൻ അല്ല, ഇതൊരു ഡെയിലി പ്രാക്ടീസ് ആണ്. അത്ലീറ്റ്സ് ഒക്കെ മസിൽ ബിൽഡ് ചെയ്യുന്നത് പോലെ സ്ലോ ആൻഡ് കൺസിസ്റ്റൻറ്റ്. സെറ്റ് ബാക്സ് ഒക്കെ ഇടയ്ക്ക് ഉണ്ടായേക്കാം, പക്ഷേ ഈ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് നാളെ തൊട്ട് മാറും എന്നുള്ളൊരു മോട്ടിവേഷൻ ഒന്നും നിങ്ങൾ എടുക്കാതെ കൃത്യമായിട്ട് ആക്ട് ചെയ്യാൻ ശ്രമിക്കുക. റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ വെക്കുക. 6 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് സ്ലൈറ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാകും. 1 വർഷം കഴിയുമ്പോഴത്തേക്ക് നോട്ടിസബിൾ ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാകും. ഒരു 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ മുഴുവൻ ഒരു ഡിഫറെൻറ്റ് പേഴ്സൺ ആയിട്ട് മാറും എന്ന് തന്നെ കരുതുക. അപ്പോൾ ഇതിനെല്ലാം പേഷ്യൻസ് വേണം, സെൽഫ് കമ്പാഷൻ വേണം. സ്ലിപ്പ് ആവുന്ന സമയത്ത് ഉള്ളിൽ ഗിൽറ്റും റിഗ്രറ്റും ഒന്നും തോന്നാതെ മുന്നോട്ട് പൊക്കോണ്ടേ ഇരിക്കുക. അപ്പോൾ ഇനി എനിക്ക് അവസാനമായിട്ട് പറയാൻ പോകുന്നത്, എൻ്റെ ഫാമിലിയും എൻ്റെ ഫ്രണ്ട്സും മേ ബി എൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട്സും എൻ്റെ പാർട്ട്ണറും ആരും ഞാൻ കാരണം അവരുടെ ലൈഫിൽ ഉണ്ടായ ആ ഒരു മോശം സമയമോ അതല്ലെങ്കിൽ എൻ്റെ ആങ്കർ കാരണം ഉണ്ടായ വേദനയോ ഒന്നും ഡിസർവ് ചെയ്യുന്നില്ല. ആ ട്രൂത്തിനോട് കൂടി തന്നെ നമ്മൾ ജീവിച്ചേ മതിയാകൂ. പോയവരാരും നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്നില്ല, കാരണം അത് അവരുടെ റൈറ്റാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള ആളുകൾ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ തീർച്ചയായിട്ടും ഇത് ചെയ്തേ മതിയാകൂ. പിന്നെ നമുക്ക് തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവാനും ഒരു ബെറ്റർ ആയിട്ടുള്ള പേഴ്സൺ ആവാനും ഇത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടോ ഇപ്പോൾ ഉള്ളവർക്കോ വേണ്ടിയിട്ടല്ല, അത് നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഈ വീഡിയോയിൽ പലപ്പോഴായിട്ട് പറഞ്ഞ പല റിസർച്ചും പഠനങ്ങളും എല്ലാമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ ശ്രമിക്കാം. എന്താണ് നിങ്ങളുടെ ആങ്കർ കാരണം നിങ്ങൾക്കുണ്ടായ നിങ്ങളുടെ അനുഭവങ്ങൾ, എവിടെയാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത്, ഈ വീഡിയോ കണ്ടതിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ മാറ്റാൻ പോകുന്നത്, ഇതെല്ലാം താഴെ എന്നോട് സംസാരിക്കൂ. നമുക്ക് താഴെ അത് ഡിസ്കസ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം.